ഫാൻസി ആർട്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഗ്രാനി സ്ക്വയേഴ്സിനെ അറേഞ്ച് ചെയ്ത് ബാഗിൻ്റെ ഷേപ്പിൽ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. നെക്സ്റ്റ് നമുക്കിനി ഈ ഗ്രാനി സ്ക്വയറിനെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ അറേഞ്ച് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ് ബാഗിൻ്റെ ഷേപ്പിൽ അറേഞ്ച് ചെയ്തെടുക്കുന്നതെന്നുള്ളത്. അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ അറേഞ്ച് ചെയ്യുന്നതാണ്. ഇനി എങ്ങനെയാണ് ഗ്രാനി സ്ക്വയേഴ്സ് അറേഞ്ച് ചെയ്യണമെന്ന് ഞാൻ കാണിക്കാം. ആദ്യം 2 എണ്ണം വയ്ക്കണം. 2 ഗ്രാനി സ്ക്വയേഴ്സ് ആണ് വെച്ചത്. 2 ഗ്രാനി സ്ക്വയേഴ്സ് ആണ് വെച്ചത്. അതിൻ്റെ നേരെ താഴെ 2 ഗ്രാനി സ്ക്വയർ വയ്ക്കണം. വച്ചിട്ട് സൈഡിൽ ഒരെണ്ണം വെച്ചു. റൈറ്റ് സൈഡിലാണ് ഒരെണ്ണം വെച്ചത്. 2ന്റെ നേരെ താഴെ 3 ഗ്രാനി സ്ക്വയേഴ്സ് വരണം. 2ന്റെ നേരെ താഴെ ഒരെണ്ണം വെച്ചത്. റൈറ്റ് സൈഡിലാണ് ഒരെണ്ണം വെച്ചത്. ഇനി ഈ 3യുടെ നേരെ താഴെ 4 ഗ്രാനി സ്ക്വയേഴ്സ് ആണ് വരേണ്ടത്. അപ്പോൾ ആദ്യം 3 ഗ്രാനി സ്ക്വയേഴ്സ് ആദ്യം ഈ 3ന്റെയും താഴെ വയ്ക്കണം. വച്ചിട്ട് എക്സ്ട്രാ ഒരെണ്ണം വരേണ്ടത് ലെഫ്റ്റ് സൈഡിലാണ് വരേണ്ടത്. ആദ്യം 2, 3, 4 കുറച്ചുകൂടി ഇങ്ങോട്ട് നീക്കി വെക്കാവേ, എന്നാലേ കറക്റ്റ് അറേഞ്ച് ചെയ്യാം. 2, 3, 4. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് നമുക്കിനി 3 ഗ്രാനി സ്ക്വയേഴ്സ് ആണ്. 4ന്റെ നേരെ താഴെ വരേണ്ടത് 3 ഗ്രാനി സ്ക്വയേഴ്സ് ആണ് വരേണ്ടത്. 3 ഗ്രാനി സ്ക്വയേഴ്സ് വയ്ക്കുന്നത് ആദ്യം നമ്മൾ ഈ എക്സ്ട്രാ ലെഫ്റ്റ് സൈഡിൽ ഒരെണ്ണം വച്ചില്ലേ, അതിൻ്റെ നേരെ താഴെ, പിന്നെ ഈ സ്ക്വയറിന്റെ തൊട്ടടുത്തുള്ള സ്ക്വയർ, പിന്നെ എക്സ്ട്രാ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലാണ്, വീണ്ടും ഈ ലെഫ്റ്റ് സൈഡിലാണ് വയ്ക്കുന്നത്. ലാസ്റ്റുള്ള ഗ്രാനി സ്ക്വയർ വയ്ക്കുന്നത് 3 ഗ്രാനി സ്ക്വയറിൻ്റെ സെൻറ്ററുള്ള ഗ്രാനി സ്ക്വയറിൻ്റെ താഴെയായിട്ടാണ് വയ്ക്കുന്നത്. ഞാനത് വയ്ക്കുന്നതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ അതുകൊണ്ട് ഒരിക്കൽ കൂടി അറേഞ്ച് ചെയ്യുന്നതൊക്കെ കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ വയ്ക്കുന്നത് 2 ഗ്രാനി സ്ക്വയർ ആണ്. 2 ഗ്രാനി സ്ക്വയറിൻ്റെ താഴെ 3 ഗ്രാനി സ്ക്വയർ വയ്ക്കണം. 2യുടെ നേരെ താഴെ 2 ഗ്രാനി സ്ക്വയർ വച്ചിട്ട് തേർഡ് വൺ റൈറ്റ് സൈഡിലാണ് വയ്ക്കേണ്ടത്. 3യുടെ നേരെ താഴെ നമുക്ക് 4 ഗ്രാനി സ്ക്വയർ ആണ് വയ്ക്കേണ്ടത്. അപ്പോൾ 3യുടെ നേരെ താഴെ 3 ഗ്രാനി സ്ക്വയർസ് വച്ചിട്ട് 4th വൺ നമ്മൾ വയ്ക്കുന്നത് ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ് വയ്ക്കുന്നത്. ലെഫ്റ്റ് സൈഡിലാണ് വയ്ക്കുന്നത്. ഇങ്ങനെ വരും. ഓക്കെ, നെക്സ്റ്റ് 4ന്റെ നേരെ താഴെ 3 ഗ്രാനി സ്ക്വയർ ആണ് വരുന്നത്. 3 ഗ്രാനി സ്ക്വയർ വരുന്നത് ഫസ്റ്റ് 2ന്റെ താഴെ 2 ഗ്രാനി സ്ക്വയർ വച്ചിട്ട് എക്സ്ട്രാ തേർഡ് വൺ വന്ന് ലെഫ്റ്റ് സൈഡിൽ വെക്കണം. 3ന്റെ നേരെ താഴെ 1 ഗ്രാനി സ്ക്വയർ ആണ് വരുന്നത്. അത് 3 ഗ്രാനി സ്ക്വയറിൻ്റെ മിഡിലായിട്ട് വെക്കണം. ഗ്രാനി സ്ക്വയർ അറേഞ്ച് ചെയ്യേണ്ട പാറ്റേൺ ലേഔട്ട് ഞാനിടാം. അതും കൂടി കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാകും. നിങ്ങൾക്കൊരു ഐഡിയയും കൂടി കിട്ടും. ഇങ്ങനെ വേണം അറേഞ്ച് ചെയ്തിട്ട് ഗ്രാനി സ്ക്വയേഴ്സിന് ഈ ഷേപ്പിൽ വേണം അറ്റാച്ച് ചെയ്യാനായിട്ട്. ആദ്യം നമ്മൾ അറ്റാച്ച് ചെയ്യുമ്പോൾ 2 ഗ്രാനി സ്ക്വയേഴ്സ് ആണ് അറ്റാച്ച് ചെയ്യുന്നത്. ആദ്യം ഈ 2 ഇവിടെ 2ഉം കൂടി ജോയിൻ ചെയ്യും. ഈ 2 ഇവിടെ 2ഉമാണ് ആദ്യം ജോയിൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ഇവിടെയും ജോയിൻ ചെയ്യും, മുകളിലും ജോയിൻ ചെയ്യും. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഗ്രാനി സ്ക്വയേഴ്സിന് സ്റ്റിച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്യാനാണ് പോകുന്നത്. 2 ഗ്രാനി സ്ക്വയേഴ്സിന് എടുക്കുക. ഈ 2 ഗ്രാനി സ്ക്വയറിനാണ് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഞാൻ ഒരു ഗ്രാനി സ്ക്വയറിന് അറ്റാച്ച് ചെയ്ത് കാണിച്ചു തരാം. എന്നിട്ട് നിങ്ങൾ അതുപോലെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഒരു ഗ്രാനി സ്ക്വയർ എടുക്കണം. ഗ്രാനി സ്ക്വയറിന് എടുത്തിട്ട് റൈറ്റ് സൈഡ് മുകളിലോട്ട് ഫേസ് ചെയ്തും റോങ് സൈഡ് ഡൗണിൽ ഫേസ് ചെയ്തുമാണ് ഇരിക്കേണ്ടത്. ഇങ്ങനെ വേണം ഫസ്റ്റ് ഗ്രാനി സ്ക്വയറിനെ വയ്ക്കേണ്ടത്. റൈറ്റ് സൈഡ് നമ്മളെ ഫേസ് ചെയ്ത് വേണം ഇരിക്കേണ്ടത്. നെക്സ്റ്റ് ഗ്രാനി സ്ക്വയർ സെക്കൻഡ് ഗ്രാനി സ്ക്വയറിനെ എടുക്കണം. സെക്കൻഡ് ഗ്രാനി സ്ക്വയറിനെ എടുത്തിട്ട് റൈറ്റ് സൈഡ് ഡൗൺ ഫേസ് ചെയ്തും റോങ് സൈഡ് നമ്മളെ ഫേസ് ചെയ്തുമാണ് ഇരിക്കേണ്ടത്. ഇങ്ങനെ വേണം വയ്ക്കേണ്ടത് കേട്ടോ. അതായത് ഈ 2 റൈറ്റ് സൈഡും ഒരുമിച്ച് ഫേസ് ചെയ്താണ് ഇരിക്കുന്നത്. ഇങ്ങനെ 2 ഗ്രാനി സ്ക്വയേഴ്സിൻ്റെയും റോങ് സൈഡ് പുറത്തോട്ട് ഫേസ് ചെയ്തിരിക്കും. ഓക്കെ, ഇങ്ങനെ വേണം ഗ്രാനി സ്ക്വയറിനെ ഫസ്റ്റ് വയ്ക്കാനായിട്ട്. ഇനി കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യണം. നമ്മൾ സ്റ്റിച്ചൊന്നും തെറ്റരുത് കേട്ടോ.
ഈ സെക്കൻഡ് ഗ്രാനി സ്ക്വയറിൻ്റെ ഏത് സ്റ്റിച്ചിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സ്റ്റിച്ച് വേണം ഫസ്റ്റ് ഗ്രാനി സ്ക്വയറിലും നമ്മൾ സ്റ്റിച്ച് ഇടാനായിട്ട്. ഗ്രാനി സ്ക്വയർസിനെ ഇങ്ങനെ എടുത്തിട്ട് ഞാൻ ഈ കോർണറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഈ കോർണറിൻ്റെ ഈ 2 ചെയിൻ സ്റ്റിച്ചിനെ വിടണം കേട്ടോ. 2 ചെയിൻ സ്റ്റിച്ചിനെ വിടണം. അത് നമുക്ക് ലാസ്റ്റ് നോക്കാം. ഈ 2 ചെയിൻ സ്റ്റിച്ചിനെ വിട്ടിട്ട് ചെയിൻ സ്റ്റിച്ച് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ ഉണ്ടല്ലോ, ആ ഡബിൾ ക്രോഷ്യ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് മുന്നേ ഏത് യാണാണ് യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയാം. അത് പറയാൻ വിട്ടുപോയതാണ്. ബ്ലൂ കളർ യാണാണ് എടുക്കുന്നത്. സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലൂ കളർ യാൺ യൂസ് ചെയ്താണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഫസ്റ്റ് ഗ്രാനി സ്ക്വയറിനെ ഇങ്ങനെ പിടിച്ചിട്ട് എവിടെ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഫസ്റ്റ് ഈ ചെയിൻ 2 സ്പേസ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് വരുന്ന ഡബിൾ ക്രോഷ്യ, അതാണ് 2 ഗ്രാനി സ്ക്വയറിൽ ഫസ്റ്റ് വരുന്ന ഡബിൾ ക്രോഷ്യ എന്നാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ബാക്കിലിരിക്കുന്ന ഗ്രാനി സ്ക്വയറിൻ്റെ ബാക്ക് ലൂപ്പും ഫ്രണ്ടിലിരിക്കുന്ന ഗ്രാനി സ്ക്വയറിൻ്റെ ഫ്രണ്ട് ലൂപ്പും ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ബാക്ക് ലൂപ്പ് ഫ്രണ്ട് ലൂപ്പ് ഏതാണെന്ന് അറിയാമല്ലോ, നമ്മളെ ഫേസ് ചെയ്തിരിക്കുന്നതാണ്. ഇതാണ് ഫ്രണ്ട് ലൂപ്പ്, ഇത് വന്ന് ബാക്ക് ലൂപ്പ്. ഒരു സിംഗിൾ ക്രോഷ്യ, ഒരു ചെയിൻ എന്ന് പറയുന്നത് 2 ലൂപ്പ് ചേരുന്നതാണ് ചെയിന്. അപ്പോൾ നമ്മളെ ഫേസ് ചെയ്തിരിക്കുന്നത് ഇത് ഫ്രണ്ട് ലൂപ്പും ഇത് ഫ്രണ്ട് ലൂപ്പ്, ഇത് വന്ന് ബാക്ക് ലൂപ്പ്. ഫ്രണ്ടിലിരിക്കുന്ന ഗ്രാനി സ്ക്വയറിൻ്റെ ഫ്രണ്ട് ലൂപ്പും ബാക്കിലുള്ള ഗ്രാനി സ്ക്വയറിൻ്റെ ബാക്ക് ലൂപ്പും, ഈ 2 ലൂപ്പിലും ഫ്രണ്ട് ആൻഡ് ബാക്ക് ലൂപ്പിലും ഇങ്ങനെയാണ് സ്റ്റിച്ച് ഇടാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ബ്ലൂ കളർ യാണിനെ എടുക്കണം. ഈ ബ്ലൂ കളർ യാൺ എടുക്കണം. ബ്ലൂ കളർ യാണാണ് നമ്മൾ അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ടിലുള്ള ഗ്രാനി സ്ക്വയറിൻ്റെ ഫസ്റ്റ് 2 ചെയിൻ കോർണറിൻ്റെ ഫസ്റ്റ് കോർണറിലുള്ള 2 ചെയിൻ 2 ചെയിൻ കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഉള്ള ഡബിൾ ക്രോഷ്യയിലെ ഫ്രണ്ട് ലൂപ്പ് ഇതാണ്. ഇത് ഫ്രണ്ട്, ഇത് ബാക്ക്. ഫ്രണ്ട് ലൂപ്പ്, ബാക്ക് സൈഡിലുള്ള ഗ്രാനി സ്ക്വയറിൻ്റെ ബാക്ക് ലൂപ്പ്, സെയിം 2 ചെയിൻ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഡബിൾ ക്രോഷ്യയുടെ ബാക്കിലെ ലൂപ്പ്. ഈ 2 ലൂപ്പിനുള്ളിൽ കൂടിയും ഹുക്കിനെ ഇൻസേർട്ട് ചെയ്തിട്ട് യാണിനെ വലിച്ചെടുക്കണം. വലിച്ചെടുത്തിട്ട് ഒരു നോട്ടിട്ട് സെക്യൂർ ചെയ്യണം. യാണിനെ സെക്യൂർ ചെയ്യണം. വീണ്ടും ആ സെയിം സ്റ്റിച്ചിൽ തന്നെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. സെയിം സ്റ്റിച്ചിൽ തന്നെ സ്ലിപ്പ് സ്റ്റിച്ച്. നെക്സ്റ്റ് സ്റ്റിച്ചിൽ ചെയ്യുമ്പോൾ ഈ ടെയിൽ സൈഡിനെയും വച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പം യാൺ ആ ടെയിൽ സൈഡിലുള്ള യാണ് സെക്യൂർ ആയിക്കോളും. ഈ സെയിം പാറ്റേൺ ആണ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. സ്ലിപ്പ് സ്റ്റിച്ച് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഫ്രണ്ട് ലൂപ്പും നെക്സ്റ്റ് ഗ്രാനി സ്ക്വയറുടെ ബാക്കിലുള്ള ഗ്രാനി സ്ക്വയറുടെ ബാക്ക് ലൂപ്പിലും സ്ലിപ്പ് സ്റ്റിച്ച്. നെക്സ്റ്റ് ഫ്രണ്ട് ലൂപ്പ്, ഫ്രണ്ടിലുള്ള ഗ്രാനി സ്ക്വയറിന്റെ ഫ്രണ്ട് ലൂപ്പും ബാക്കിലുള്ള ഗ്രാനി സ്ക്വയറിന്റെ ബാക്ക്. സ്ലിപ്പ് സ്റ്റിച്ച്. നെക്സ്റ്റ് ഫ്രണ്ട് ലൂപ്പിൻ്റെ ഈ സെയിം പാറ്റേൺ തന്നെ കണ്ടിന്യൂ ചെയ്യണം. ഇടയിൽ ഒരു ചെയിൻ സ്റ്റിച്ച് വരുമല്ലോ, 2 ഡബിൾ ക്രൂഷ്യയുടെ ഇടയിൽ, കോർണറിനും ഡബിൾ ക്രൂഷ്യയുടെ ഇടയിലൊക്കെ ചെയിൻ സ്റ്റിച്ച് വരുമല്ലോ, അതിലൊക്കെ ഇടണം കേട്ടോ സ്റ്റിച്ച്. ഫ്രണ്ട് ലൂപ്പിലും അതിലും ഫ്രണ്ട് ലൂപ്പിലും ബാക്ക് ലൂപ്പിലും. സ്ലിപ്പ് സ്റ്റിച്ച്.
സെയിം പാറ്റേൺ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകണം. ഫ്രണ്ട് ഫസ്റ്റുള്ള ഗ്രാനി സ്ക്വയറിൻ്റെ ഫ്രണ്ട് ലൂപ്പും നെക്സ്റ്റുള്ള ബാക്കിലുള്ള ഗ്രാനി സ്ക്വയറിൻ്റെ ബാക്ക് ലൂപ്പും യൂസ് ചെയ്താണ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത്. അങ്ങനെ സെയിം പാറ്റേൺ കണ്ടിന്യൂ ചെയ്തിട്ട് നമുക്ക് എൻഡിലെത്തുമ്പോൾ കാണാം. ഗ്രാനി സ്ക്വയറിൻ്റെ എൻഡ് വരെ ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കാണാനായിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. 2 ഗ്രാനി സ്ക്വയറിനെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കാണാനായിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഫസ്റ്റ് ഗ്രാനി സ്ക്വയറിൻ്റെ ബാക്ക് ലൂപ്പും സെക്കൻഡ് ഗ്രാനി സ്ക്വയറിൻ്റെ ഫ്രണ്ട് ലൂപ്പുമാണ് ഇതാ ഇവിടെ കാണുന്നത്. ഇതാ ഇവിടെ ഇങ്ങനെ കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ബാക്ക് സൈഡിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്, സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സിംഗിൾ ക്രോഷയും ചെയ്യാവുന്നതാണ്. ഗ്രാനി സ്ക്വയറിൻ്റെ എൻഡ് വരെ ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് യാൺ വിട്ട് കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് യാണിനെ പുറത്തെടുക്കണം. പുറത്തെടുത്തിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഫസ്റ്റ് 2 ഗ്രാനി സ്ക്വയർ ആണ് അറ്റാച്ച് ചെയ്തത്. ഈ 2 ഗ്രാനി സ്ക്വയറിൻ്റെ താഴെ 3 ഗ്രാനി സ്ക്വയർ ആണ് വരുന്നത്. 1 2 2ൻ്റെ നേരെ താഴെ 2 എണ്ണവും ഈ റൈറ്റ് സൈഡിൽ 1 എണ്ണവും കൂടി വരും. ഈ 3 ഗ്രാനി സ്ക്വയറിൻ്റെ ഈ സൈഡ് മാത്രം അറ്റാച്ച് ചെയ്തിട്ട് എങ്ങനെയാണ് 2 ഗ്രാനി സ്ക്വയറിൻ്റെ താഴെയായിട്ട് ഈ സ്ക്വയേഴ്സിനെ അറ്റാച്ച് ചെയ്യുന്നതെന്നുള്ളതും കാണിച്ചുതരാം. അപ്പോൾ ആദ്യം ഈ 3 ഗ്രാനി സ്ക്വയേഴ്സിനെയും സൈഡിൽ അറ്റാച്ച് ചെയ്തിട്ട് കാണാം. ഞാൻ 2 ഗ്രാനി സ്ക്വയർ മാത്രം അറ്റാച്ച് ചെയ്തിട്ടില്ല, ബാക്കി എല്ലാ സ്ക്വയേഴ്സും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. താഴേന്ന് പറയാം 1 3 4 3. ഇനി ഏറ്റവും മുകളിലുള്ള 2 ഗ്രാനി സ്ക്വയേഴ്സിനെയാണ് നമുക്കിവിടെ അറ്റാച്ച് ചെയ്യാനുള്ളത്. അത് ഞാൻ അറ്റാച്ച് ചെയ്ത് കാണിച്ചു തരാം. എങ്ങനെയാണ് ഈ 4 കോർണർ വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഈ 2 ഗ്രാനി സ്ക്വയർ അറ്റാച്ച് ചെയ്തില്ലേ, ഈ 2 ഗ്രാനി സ്ക്വയറിനെ എടുത്തിട്ട് റോങ് സൈഡിന് മുകളിൽ വരുന്നത് പോലെ വയ്ക്കണം, റൈറ്റ് സൈഡ് താഴോട്ട് വരുന്ന പോലെ വയ്ക്കണം. നേരത്തെ ഈ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഈ 3 1 2 3 ഈ 3യുടെ മുകളിലായിട്ടാണ് ഈ 2 അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 3 ഈ നേരത്തെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഈ ഗ്രാനി സ്ക്വയറിനെ ഞാൻ വന്ന് റൈറ്റ് സൈഡിന് മുകളിൽ നോക്കി വെക്കുന്നു, റോങ് സൈഡ് താഴോട്ട് നോക്കിയാണ് ഇരിക്കുന്നത്. അപ്പോൾ റൈറ്റ് സൈഡ് നമ്മളെ നോക്കിയായിരിക്കുന്നത്. ഈ 2 ഗ്രാനി സ്ക്വയറിനെ എടുത്തിട്ട് റോങ് സൈഡിന് മുകളിൽ നോക്കി വെക്കണം, റൈറ്റ് സൈഡിന് താഴോട്ട് വെക്കണം. അപ്പോൾ റൈറ്റ് സൈഡും റൈറ്റ് സൈഡ് ഫേസ് ചെയ്തിരിക്കും. മനസ്സിലായോ? റൈറ്റ് സൈഡ് ഫേസ് ചെയ്തിരിക്കും. ഇങ്ങനെയാണ് ഗ്രാനി സ്ക്വയേഴ്സിനെ അറ്റാച്ച് ചെയ്യേണ്ടത്. അറ്റാച്ച് ചെയ്യാനായിട്ട് ബ്ലൂ കളർ യാൺ എടുക്കണം, ഹുക്ക് എടുക്കണം, സ്ലിപ്പ് സ്റ്റിച്ച് യൂസ് ചെയ്താണ് അറ്റാച്ച് ചെയ്യാൻ പോകും. അപ്പോൾ നമുക്കിനി അറ്റാച്ച് ചെയ്യാം. യാൺ എടുക്കണം, ബ്ലൂ കളർ യാൺ എടുത്തിട്ട് ഇനി നമ്മൾ അറ്റാച്ച് ചെയ്യാൻ പോകുന്നത് ഈ 2 ചെയിൻ വിട്ടിട്ട്, ഈ 2 ചെയിനെ വിട്ടിട്ട് ഫസ്റ്റ് 2 ചെയിൻ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഡബിൾ ക്രൂഷ്യയുടെ ഫ്രണ്ട് ലൂപ്പ്, ബാക്കിലുള്ള ഗ്രാനി സ്ക്വയറിൻ്റെ ബാക്ക് ലൂപ്പ്, ഫ്രണ്ടിലുള്ള ഗ്രാനി സ്ക്വയറിൻ്റെ ഫ്രണ്ട് ലൂപ്പും ബാക്കിലുള്ള ഗ്രാനി സ്ക്വയറിൻ്റെ ബാക്ക് ലൂപ്പ്, 2 ചെയിൻ സ്റ്റിച്ച് വിട്ടിട്ട് ഉള്ള ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ ആണ് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. യാണിനെ വലിച്ച് അറ്റാച്ച് ചെയ്യണം. ചെയിൻ കൊണ്ടിട്ട് അറ്റാച്ച് ചെയ്തിട്ട് സെയിം സ്റ്റിച്ചിൽ തന്നെ സ്ലിപ്പ് സ്റ്റിച്ച്. ഓരോരോ സ്റ്റിച്ചിലും സ്ലിപ്പ് സ്റ്റിച്ച് ഇടണം. ഓരോരോ സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് നമുക്ക് ഇവിടെ ഈ കോർണറിലെത്തുമ്പോൾ കാണാം കേട്ടോ. ഈ കോർണർ വരെ സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ഈ കോർണർ എത്തുമ്പോൾ നമുക്ക് കാണാം. കോർണറിലെത്തിയിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റായിട്ട് ഇട്ടത് ഈ ഡബിൾ ക്രൂഷ്യയിലാണ് സ്റ്റിച്ച് ഇട്ടത്. ഈ ഡബിൾ ക്രൂഷ്യനെയാണ് ചേർത്ത് വെച്ച് നമ്മൾ അറ്റാച്ച് ചെയ്തത്. ഇനി വരുന്നത് ഈ 2 ചെയിൻ സ്റ്റിച്ചാണ്. ഫ്രണ്ടിലുള്ള ഗ്രാനി സ്ക്വയറിലും ബാക്കിലുള്ള ഗ്രാനി സ്ക്വയറിലും വരുന്ന 2 ചെയിൻ സ്റ്റിച്ചാണ്. ആ 2 ചെയിൻ സ്റ്റിച്ചിനെ തമ്മിൽ വേണം അറ്റാച്ച് ചെയ്യാനായിട്ട്.
2 ചെയിൻ സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇടണം. ഇത് ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ചിൽ നമ്മളിട്ടു. ഇനി നെക്സ്റ്റ് ചെയിൻ സ്റ്റിച്ച് ഇതാണ്. നെക്സ്റ്റ് ചെയിൻ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും ഈ ബാക്ക് സൈഡിലുള്ള ചെയിൻ സ്റ്റിച്ച് ഇതാണ് അല്ലേ, ബാക്ക് ലൂപ്പ് കൂടി ചേർത്ത് സ്ലിപ്പ് സ്റ്റിച്ച് ഇടണം. ഇനി ഈ സെൻറ്ററിൽ കാണുന്നത് 2 സ്ലിപ്പ് സ്റ്റിച്ചാണ്. ഇതിലും കൂടി ഒരു സ്ലിപ്പ് സ്റ്റിച്ച്. നെക്സ്റ്റ് ഇതും കൂടി കാണിച്ചു തരാം. 2 ചെയിൻ സ്റ്റിച്ച് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് നമ്മൾ 3rd സ്റ്റിച്ചിലാണ്, ഫസ്റ്റ് വരുന്ന ഡബിൾ ക്രൂഷ്യയിലാണ് സ്റ്റിച്ച് ഇട്ട്. ആ സ്റ്റിച്ചിലും കൂടി ഒരു സ്ലിപ്പ് സ്റ്റിച്ച്. ഇനി ലെഫ്റ്റ് സൈഡിലുള്ള ഗ്രാനി സ്ക്വയറിലുള്ള സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് പ്ലേസിലും അതിൻ്റെ ബാക്കിലുള്ള ഗ്രാനി സ്ക്വയറിലും തമ്മിൽ അറ്റാച്ച്. ഇനി ലെഫ്റ്റ് സൈഡിലുള്ള ഗ്രാനി സ്ക്വയറിലുള്ള 2 ചെയിൻ സ്റ്റിച്ച് ഉണ്ടല്ലോ, ഈ 2 ചെയിൻ സ്റ്റിച്ചിലും കൂടി അറ്റാച്ച് ചെയ്യണം. ഇതാണ് ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ച്, ഫ്രണ്ട് ലൂപ്പ്, ഇത് ബാക്ക് ലൂപ്പ്. സ്ലിപ്പ് സ്റ്റിച്ച് ഇടണം. അടുത്ത ചെയിനിലും കൂടി സ്ലിപ്പ് സ്റ്റിച്ച് ഇടണം. ഇത് വന്ന് ചെയിൻ സ്റ്റിച്ച് കഴിഞ്ഞിട്ട് വരുന്ന ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ. ഇതിങ്ങനെ സ്ട്രെയിറ്റാ വയ്ക്കുമ്പോൾ, ഗ്രാനി സ്ക്വയർ സ്ട്രെയിറ്റാ വയ്ക്കുമ്പോൾ കോർണർ കണ്ടോ അറ്റാച്ച് ആയിട്ടുണ്ട്. ഇങ്ങനെ വേണം അറ്റാച്ച് ചെയ്യാനായിട്ട്. ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് 2 ചെയിൻ സ്റ്റിച്ചിനെ തമ്മിൽ 2 ഗ്രാനി സ്ക്വയറിൻ്റെ ചെയിൻ സ്റ്റിച്ചിനെ തമ്മിൽ അറ്റാച്ച് ചെയ്യും. സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് അറ്റാച്ച് ചെയ്തിട്ട് നെക്സ്റ്റ് വരുന്നത് ഈ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ്. ഈ 2 ഗ്രാനി സ്ക്വയറിനെയും അറ്റാച്ച് ചെയ്തു. ഈ 2 ഗ്രാനി സ്ക്വയറിനെയും അറ്റാച്ച് ചെയ്ത സ്റ്റിച്ചാണ് വരുന്നത് ഡബിൾ ക്രോഷ്യ. അപ്പോൾ അതിലൊരു സ്റ്റിച്ചാണ്. നെക്സ്റ്റ് ലെഫ്റ്റ് സൈഡിലോട്ട് വരും. ഇത് റൈറ്റ് സൈഡ് കംപ്ലീറ്റ് ആയിട്ട് ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഈ ഡബിൾ ക്രോഷ്യയിൽ ഒരു സ്റ്റിച്ച് ഇടണം. ഈ ഡബിൽ ക്രോഷ്യയിൽ ഒരു സ്റ്റിച്ച് ഇടണം, സ്ലിപ്പ് സ്റ്റിച്ച് ഇടണം. അപ്പോൾ അത് അറ്റാച്ച് ആയിക്കോളും. പിന്നെ വരുന്നത് 2 ചെയിൻ സ്റ്റിച്ചിലിട്ടിട്ട് പിന്നെ കണ്ടിന്യൂ ആയിട്ട് ലാസ്റ്റ് വരെ ചെയിൻ സ്റ്റിച്ചിലിടാൻ പാടില്ല. ഈ ഡബിൾ ക്രോഷ്യയോടെ സ്റ്റോപ്പ് ചെയ്യണം. ലാസ്റ്റ് ഡബിൾ ക്രോഷ്യനെ ചേർത്ത് വെച്ച് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് സ്റ്റോപ്പ് ചെയ്യണം. ഇങ്ങനെ വേണം കണ്ടിന്യൂ ചെയ്ത് പോകണം. ഇതുപോലെയാണ് എല്ലാ പ്ലേസിലുമുള്ള കോർണേഴ്സിനെ അറ്റാച്ച് ചെയ്യേണ്ടത്. കണ്ടോ, എല്ലാ സ്ക്വയറിലും വരുന്ന കോർണേഴ്സിനെ അറ്റാച്ച് ചെയ്യേണ്ടത്. ഇനി കണ്ടിന്യൂ ചെയ്ത് പോകും. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണം. കംപ്ലീറ്റ് ചെയ്തിട്ട് എൻഡ് വരെ ചെയ്തിട്ട് ഗ്രാനി സ്ക്വയർസ് ഒക്കെ അറ്റാച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാം. ഗ്രാനി സ്ക്വയർസ് എല്ലാം ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാഗിൻ്റെ ഷേപ്പിൽ മടക്കിയെടുക്കണം. അപ്പോൾ ബാഗിൻ്റെ ഷേപ്പിൽ മടക്കിയെടുക്കുന്നതിന് മുന്നേ ആദ്യം നമ്മൾ ഗ്രാനി സ്ക്വയറിനെ ഇതുപോലെ വിരിച്ചിടണം. റൈറ്റ് സൈഡ് താഴെ ഫേസ് ചെയ്തും റോങ് സൈഡ് മുകളിലോട്ട് ഫേസ് ചെയ്തും വേണം വയ്ക്കാനായിട്ട്. ഇതുപോലെ വയ്ക്കണം കേട്ടോ. ഇതുപോലെ വച്ചിട്ട് പിന്നെ നമുക്ക് ഫോൾഡ് ചെയ്ത് വേണം എടുക്കാനായിട്ട്. ഞാൻ നേരത്തെ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ ഞാൻ കാണിച്ചു തന്നത് ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നതാണ് കാണിച്ചു തന്നത്. 2 3 4 3 1 ഇങ്ങനെയാണ് ഞാൻ അറേഞ്ച് ചെയ്ത് കാണിച്ചത്. ഇനി നമുക്ക് ബാഗ് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഈ രീതിക്ക് വേണം ഗ്രാനി സ്ക്വയേഴ്സിനെ വയ്ക്കാനായിട്ട്. മുകളിൽ ഇതുപോലൊരു വി ഷേപ്പ് വരണം, താഴെ വരുമ്പോഴും ഇതുപോലെ വി ഷേപ്പ് വരണം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഈ രീതിക്ക് കാണിച്ചു തന്നത് ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കാണിച്ചു തന്നത്. ഈ ബാഗ് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വേണം അറ്റാച്ച് ചെയ്തിട്ട് ഗ്രാനി സ്ക്വയേഴ്സിനെ ഇടാനായിട്ട്. ഇനി നമുക്ക് ഫോൾഡ് ചെയ്യാം. എങ്ങനെയാണ് ഫോൾഡ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഇതുപോലെ ഗ്രാനി സ്ക്വയേഴ്സിനെ വച്ചിട്ട് മുകളിൽ ആ വി ഷേപ്പ് വരണം, താഴെയും വി ഷേപ്പ് വരണം. എനിക്ക് ഈ ഫുൾ ഫോക്കസിൽ എടുക്കാൻ പറ്റുന്നില്ല. താഴെ നിന്ന് നമുക്ക് മുകളിലോട്ട് ഫോൾഡ് ചെയ്യാം.
താഴേന്ന് ഇങ്ങനെ മുകളിലോട്ട് ഫോൾഡ് ചെയ്യണം. ഇതുപോലെ. ഓക്കെ, ഒരിക്കൽ കൂടി കാണിച്ചു തരാം. താഴേന്ന് ഇങ്ങനെ മുകളിലോട്ട് ഫോൾഡ് ചെയ്യണം. അപ്പോൾ കണ്ടോ, താഴത്തെയും മുകളിലത്തെയും വി ഷേപ്പ് വന്ന് കറക്റ്റായിട്ട് ജോയിൻ്റ് ആവുന്നുണ്ട് ഇവിടെ. ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ഈ രണ്ട് സൈഡും ഫോൾഡ് ചെയ്യണം. ഈ രണ്ട് സൈഡും ഫോൾഡ് ചെയ്യണം. ഇവിടെയും ഫോൾഡ് ചെയ്യണം, ഇവിടെയും ഫോൾഡ് ചെയ്യണം. ഈ രണ്ട് സൈഡും ഫോൾഡ് ചെയ്യണം. ഫോൾഡ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇവിടെയും സ്റ്റിച്ച് ചെയ്യണം, ഇവിടെയും സ്റ്റിച്ച് ചെയ്യണം. രണ്ട് പ്ലേസിലും സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇങ്ങനെയാണ് ഫോൾഡ് ചെയ്യേണ്ടതെന്നുള്ള രീതിയാണ് ഞാൻ കാണിച്ചു തന്നത്. പക്ഷെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് റോങ് സൈഡിൽ വെച്ച് വേണം സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഈ രണ്ട് സൈഡും ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ റോങ് സൈഡിൽ വേണം വച്ചിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റോങ് സൈഡിനെ മറിച്ചിട്ടിട്ട് റൈറ്റ് സൈഡ് മുകളിലോട്ടും റോങ് സൈഡ് താഴോട്ട് നോക്കിയിട്ട്, നേരത്തെ ഞാൻ വന്ന് ബാഗ് ഫോൾഡ് ചെയ്യേണ്ട രീതി കാണിച്ചത്, ഇപ്പോഴും ഞാൻ കാണിക്കുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതാണ്. ഞാനിങ്ങനെ റൈറ്റ് സൈഡ് വെച്ച് കാണിച്ചത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത് എവിടെ വേണം സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നുള്ളത്. കാരണം നമ്മൾ ഫുള്ളായിട്ട് റോങ് സൈഡിലാണ് ഗ്രാനി സ്ക്വയേഴ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ റൈറ്റ് സൈഡ് വരുമ്പോൾ ഈ സ്റ്റിച്ചിങ് ഗ്രാനി സ്ക്വയേഴ്സിന് അറ്റാച്ച് ചെയ്ത സ്റ്റിച്ചിങ് വന്ന് കാണില്ല. നെക്സ്റ്റ് നിങ്ങൾ കറക്റ്റ് രീതിക്ക് ഫോൾഡ് ചെയ്തെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടതും റോങ് സൈഡിലാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഈ സൈഡിൽ നിന്ന് ഇവിടെ കൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണം. ഈ സൈഡും അങ്ങനെയാണ്. ഈ സൈഡിൽ നിന്ന് ഇവിടെ കൂടെ ഇങ്ങനെ വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഒരു സൈഡ് ചെയ്ത് കാണിച്ചു തരാം. ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുവാണ് 3 കോർണേഴ്സ്. ഈ സൈഡ് ഇങ്ങനെയാണ് വരുന്നത്. ഇവിടുന്ന് താഴേന്ന് നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ ഈ ഫോൾഡിങ് പാർട്ട് വരുന്നു. ഇവിടുന്ന് ഇങ്ങനെ മുകളിലോട്ട് ജോയിൻ ചെയ്ത് പോകണം. ഈ താഴേന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. താഴെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് 3 കോർണർ വരുന്നുണ്ട്. 3 ഗ്രാനി സ്ക്വയറിൻ്റെ കോർണർ വരുന്നുണ്ട്. ആദ്യം നമുക്ക് ഈ കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഈ കോർണറിൽ എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മാർക്കർ വെച്ച് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ 3 കോർണറിൽ നിന്നാണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഈ മാർക്കറിനെ റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്തിട്ട് ബാഗിനെ നമ്മളിങ്ങനെ ചേർത്ത് വയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഈ കോർണർ നമുക്കിവിടെ ഇങ്ങനെ 3 കോർണറും ചേർന്ന് വരണം. ഈ 3 ഗ്രാനി സ്ക്വയറിൻ്റെ കോർണറും ചേർന്ന് ഇവിടെ ഇങ്ങനെ വേണം വരേണ്ടത്. 2 ഗ്രാനി സ്ക്വയറുടെയും ഈ ഡബിൾ ക്രൂഷ്യയോടെ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ 2 ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് ഈ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് തന്നെ വർക്കും സ്റ്റാർട്ട് ചെയ്യാം. ഇത് എ ഗ്രാനി സ്ക്വയർ, ഇത് ബി ഗ്രാനി സ്ക്വയർ, ഈ സി ഗ്രാനി സ്ക്വയർ. ഇങ്ങനെ ഈ 3 ഗ്രാനി സ്ക്വയറിനെ ഇങ്ങനെ ഞാൻ തരംതിരിക്കുന്നുണ്ട്. എ ബി സി എന്ന് തരംതിരിക്കുവാണേ. മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. കോർണറിൽ നമ്മൾ 2 ചെയിൻ സ്റ്റിച്ച് ഇട്ടില്ലേ, ഈ ചെയിൻ സ്റ്റിച്ച് നിന്നാണ് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം എയുടെയും ബിയുടെയും ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ചിന് അറ്റാച്ച് ചെയ്യണം. എന്നിട്ട് ബിയുടെയും സിയുടെയും ചെയിൻ സ്റ്റിച്ചിന് അറ്റാച്ച് ചെയ്യണം. എന്നിട്ട് എയുടെയും സിയുടെയും ചെയിൻ സ്റ്റിച്ചിന് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ആദ്യം വന്ന് നമുക്ക് ബ്ലൂ കളർ യാൺ എടുത്തിട്ട് ഈ ഡബിൾ ക്രൂഷ്യയുടെ തൊട്ടടുത്തിരിക്കുന്ന സ്റ്റിച്ചിന് ഫസ്റ്റും നെക്സ്റ്റ് അതിൻ്റെ അടുത്തുള്ള സ്റ്റിച്ചിന് സെക്കൻഡ് ചെയിൻ സ്റ്റിച്ച് എന്നാണ് പറയുന്നത്. ഇത് ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ച്, ഇത് സെക്കൻഡ് ചെയിൻ സ്റ്റിച്ച്. അപ്പോൾ എ ഗ്രാനി സ്ക്വയറിൻ്റെ ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ചും ബി ഗ്രാനി സ്ക്വയറുടെ ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ച്, ഇത് ബി ഗ്രാനി സ്ക്വയറുടെ ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ച്. ഇത് രണ്ടും തമ്മിലാണ് നമ്മൾ അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. ഈ 2 ചെയിൻ സ്റ്റിച്ചിലും കൂടി യാൺ ഇൻസേർട്ട് ചെയ്ത് നമുക്ക് ആദ്യം ചെയിൻ സ്റ്റിച്ച് ഇട്ട് യാണിനെ സെക്യൂർ ചെയ്തിട്ട് ആ സെയിം സ്റ്റിച്ചിൽ എ ഗ്രാനി സ്ക്വയറുടെ എയുടെ ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ചും ബിയുടെ ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ചിലും വീണ്ടും ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുവാണ്. ഓക്കെ,
ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത്, ഇത് ലാസ്റ്റ് നമുക്ക് ഈ യാൺസ് ഒക്കെ സെക്യൂർ ചെയ്യാം, വിട്ടേക്കൂ. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബി ഗ്രാനി സ്ക്വയറിൻ്റെ സെക്കൻഡ് സ്റ്റിച്ച്, ബിയുടെ സെക്കൻഡ് ചെയിൻ സ്റ്റിച്ച്. ആദ്യം നമ്മൾ ചെയ്തത് എയുടെ ഫസ്റ്റ് ചെയിനും ബിയുടെ ഫസ്റ്റ് ചെയിനും തമ്മിലാണ് സ്ലിപ്പ് സ്റ്റിച്ചത്. ഇനി ബി ഗ്രാനി സ്ക്വയറിൻ്റെ സെക്കൻഡ് ചെയിൻ സ്റ്റിച്ചും സി ഗ്രാനി സ്ക്വയറിൻ്റെ ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ചും, ബിയുടെ സെക്കൻഡ് ചെയിനും സിയുടെ ഫസ്റ്റ് ചെയിനും. ഇങ്ങനെ വേണം ഇൻസേർട്ട് ചെയ്യാനായിട്ട്. ഒന്ന് ഇൻസേർട്ട് ചെയ്ത് യാണ് വലിക്കാൻ പാടില്ല. ബിയുടെ സെക്കൻഡ് ചെയിൻ സ്റ്റിച്ച്, സിയുടെ ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ച് ഇൻസേർട്ട് ചെയ്ത് യാണ് വലിച്ചെടുത്ത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ് നമുക്കിനി ഉള്ളത്? എയുടെ സെക്കൻഡ് ചെയിനും സിയിലെ സെക്കൻഡ് ചെയിനും, എയുടെ സെക്കൻഡ് ചെയിനും സിയുടെ സെക്കൻഡ് ചെയിനും ഇൻസേർട്ട് യാണ് വലിച്ചെടുത്ത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. ഇവിടെ കണ്ടോ, കോർണർ കറക്റ്റായിട്ട് അറ്റാച്ച് ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് നോർമൽ സ്റ്റിച്ച് ചെയ്തിട്ട് പോകാം. ഇനി ബി വരില്ല കേട്ടോ, ബിയിൽ കോർണറൊക്കെ നമ്മൾ അറ്റാച്ച് ചെയ്തു. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് എയുടെയും സിയുടെ, എ ഗ്രാനി സ്ക്വയറിൻ്റെയും സി ഗ്രാനി സ്ക്വയറിലുമാണ് സ്റ്റിച്ച് ചെയ്ത് പോകുന്നത്. ബി വരില്ല, ബിയുടെ കോർണറിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ബിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യം വരില്ല. ഇനി എയിലും സിയിലും മാത്രമാണ് നമ്മൾ വർക്ക് ചെയ്ത് പോകുന്നത്. എയുടെ ഫ്രണ്ട് ലൂപ്പും സിയുടെ ഫ്രണ്ട് ലൂപ്പും. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ട് പോകണം. കോർണർ വരെ ഈ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടേ പോകണം. ഈ ഫസ്റ്റ് കോർണർ എത്തുമ്പോൾ നമുക്ക് കാണാം. ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞു തരാം ഈ കോർണർ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. കോർണറിൽ എത്തിയിട്ടുണ്ട്. ഈ കോർണറിൽ നമുക്ക് 3 ഗ്രാനി സ്ക്വയർ കണക്റ്റ് ആവുന്നുണ്ട്. ഈ ഗ്രാനി സ്ക്വയറിനെയും എ ബി സി എന്നാണ് ഞാൻ തരംതിരിച്ച് വയ്ക്കുന്നത്. ഇത് എ, ഇത് ബി, ഇത് സി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് എയുടെ, നമ്മളിപ്പോൾ ഡബിൾ ക്രൂഷ്യ ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ചെയിൻസിലാണ് വന്ന് നിൽക്കുന്നത്. ഇതായിരിക്കുന്നു ചെയിൻ. 3 ചെയിനിലാണ് ഇനി നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. ആദ്യം ചെയ്യേണ്ടത് എയുടെ ഫസ്റ്റ് ചെയിൻ, ഇത് ഫ്രണ്ട്, ഇത് ബാക്ക്, ഫ്രണ്ട് ലൂപ്പിലാണ് സ്റ്റിച്ച് ഇടേണ്ടത്. അപ്പോൾ ഇതാണ് എയുടെ ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ച് വരുന്നത്. ഇതാണ്. അപ്പോൾ ഫ്രണ്ട് ലൂപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് എയുടെ ഫസ്റ്റ് ചെയിനിലെ ഫ്രണ്ട് ലൂപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യണം. നെക്സ്റ്റ് ഇത് ബിയുടെ ഫസ്റ്റ് ചെയിനിൽ ഫ്രണ്ട് ലൂപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാണ് വലിച്ചെടുക്കണം. യാണ് വലിച്ച് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ബിയുടെ സെക്കൻഡ് ചെയിനും സിയുടെ ഫസ്റ്റ് ചെയിനും, ബിയുടെ സെക്കൻഡ് ചെയിനും സിയുടെ ഫസ്റ്റ് ചെയിനിലെ ഫ്രണ്ട് ലൂപ്പ്, സ്ലിപ്പ് സ്റ്റിച്ച്. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് ടൈം സിയും എയും. ലാസ്റ്റ് ടൈം എന്താണ്? എയുടെ സെക്കൻഡ് ചെയിനും സിയുടെ സെക്കൻഡ് ചെയിനും. എയുടെ സെക്കൻഡ് ചെയിൻ ഇത്, എയുടെ സെക്കൻഡ് ചെയിൻ ഇത്, സിയുടെ സെക്കൻഡ് ചെയിൻ ഇത്. ചെയിൻ സ്റ്റിച്ച് ആയതുകൊണ്ടാണ് ഇത് ചെറുതായി കാണുന്നത്. അതുകൊണ്ട് സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. കറക്റ്റായിട്ട് ഇവിടെ ഈ ഡബിൾ ക്രൂഷ്യയെ ചെക്ക് ചെയ്താലേ നമുക്ക് മനസ്സിലാവും. 1 2 3 ഡബിൾ ക്രൂഷ്യ ഉണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള സ്റ്റിച്ചാണ് ചെയിൻ സ്റ്റിച്ച്. ഇതാണ് ചെയിൻ സ്റ്റിച്ച്.
ഞാനിതൊന്നും പറഞ്ഞതല്ല, ഇതാണ് എൻ്റെ തൊട്ടടുത്തുള്ള, ഇതാണ് ചെയിൻ സ്റ്റിച്ച്. ഇവിടെ അങ്ങനെ തന്നെയാണ് 1 1 2 3 വരുമ്പോൾ ഇതാണ് സെക്കൻഡ് സീഡ് ചെയിൻ സ്റ്റിച്ച്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? എയുടെ സെക്കൻഡ് ചെയിൻ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പ്, സിയുടെ സെക്കൻഡ് ചെയിൻ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പ്, സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. കണ്ടോ? ഇവിടെ ഇങ്ങനെ വരുമ്പോൾ കോർണർ കണ്ടോ? കുറച്ചുകൂടി ഫിനിഷിങ് ഉണ്ടായിരിക്കും കോർണറിന്. ഇനി എയും സിയും തമ്മിലാണ് സ്റ്റിച്ച് ചെയ്ത് പോവേണ്ടത്. എയും സിയും തമ്മിൽ സ്റ്റിച്ച് ചെയ്ത് പോകണം. സെയിം പാറ്റേൺ കണ്ടിന്യൂ ചെയ്യണം. ഇവിടെ കൂടെ ഇങ്ങനെ വർക്ക് ചെയ്ത് വരണം. ഇവിടെ കൂടെ ഇങ്ങനെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് വരുമ്പോൾ തേർഡ് കോർണറിലെത്തും നമ്മൾ. ഈ തേർഡ് കോർണർ വരുമ്പോൾ ഈ 4 ഗ്രാനി സ്ക്വയർസിനെ എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ തേർഡ് കോർണർ എത്തുമ്പോൾ കാണിക്കാം. അപ്പോൾ നമുക്ക് തേർഡ് കോർണറിലെത്തുമ്പോൾ കാണാം. 4 ഗ്രാനി സ്ക്വയർ കോർണർ ഫേസ് ചെയ്യുന്ന പ്ലേസിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ അതാണ് ചെയ്യാൻ പോകുന്നത്. ഈ 4 കോർണറിനെയാണ് നമ്മൾ അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. ഇത് എ, ഇത് ബി, ഇത് സി, ഇത് ഡി. ഇങ്ങനെ എ ബി സി ഡി എന്ന് ഞാൻ പാർട്ടായിട്ട് പിരിക്കുവാണ്. ഡി എന്ന് പറയുന്നത് ഇങ്ങനെ ഫോൾഡായി വരുന്ന പ്ലേസ് ആണ് കേട്ടോ. ഈ സൈഡിലുള്ള ഫോൾഡായി വരുന്ന ഗ്രാനി സ്ക്വയർ ആണ് ഡി എന്ന് ഞാൻ പറയുന്നത്. എ ബി സി ഡി. ആദ്യം നമുക്ക് എയും ഡിയും തമ്മിൽ അറ്റാച്ച് ചെയ്യാം. എയുടെയും ഡിയുടെയും ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ചിലാണ് അറ്റാച്ച് ചെയ്യുന്നത്. നമ്മൾ എല്ലാത്തിൻ്റെയും ചെയിൻ സ്റ്റിച്ചസ് പ്ലേസിലാണ് വന്നിരിക്കുന്നത്. 2 ചെയിൻ സ്റ്റിച്ച് പ്ലേസിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഡിയും എയും തമ്മിൽ അറ്റാച്ച് ചെയ്യാം. ഡിയുടെ ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ചും എയുടെ ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ചും. എയുടെ ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ചും ഡിയുടെ ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ചും തമ്മിൽ അറ്റാച്ച് ചെയ്യാം. സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. ഇനി നെക്സ്റ്റ് ഇത് രണ്ടും അറ്റാച്ച് ചെയ്തു. ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് എയും ബിയും തമ്മിലാണ്. എയുടെ സെക്കൻഡ് ചെയിൻ വന്ന് ഇതാണ്. ബിയുടെ ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ച് ഇതാണ്. ബിയുടെ ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ച്. എയുടെ സെക്കൻഡ് ചെയിനും വീണ്ടും ബിയുടെ ഫസ്റ്റ് ചെയിനിലും കൂടി ഇൻസേർട്ട് ചെയ്ത് ഹുക്ക് വലിച്ച് സ്ലിപ്പ് സ്റ്റിച്ച് ഇടണം. കണ്ടോ? ഇങ്ങനെ വന്നു കോർണർ. ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ബിയും സിയും. ബിയുടെ സെക്കൻഡ് ചെയിനും സിയുടെ ഫസ്റ്റ് ചെയിനും. ബിയുടെ സെക്കൻഡ് ചെയിൻ ഇതാണ്. സിയുടെ ഫസ്റ്റ് ചെയിൻ ഇതാണ്. ബിയുടെ സെക്കൻഡ് ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ലൂപ്പ് ഹോൾഡ് ചെയ്യണം. എന്നിട്ട് സിയുടെ ഫസ്റ്റ് ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാൺ വലിച്ചെടുത്ത് സ്ലിപ്പ് സ്റ്റിച്ച് 2 ടുഗദർ ചെയ്യണം. ഇതുണ്ടോ? അറ്റാച്ചായി നല്ല ഫിനിഷിംഗ് ആയിട്ട് വന്നിട്ടുണ്ട് കോർണർ. ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് സിയും ഡിയും തമ്മിൽ അറ്റാച്ച് ചെയ്തിട്ട് സ്ട്രെയിറ്റ് നമുക്ക് വർക്ക് ചെയ്തിട്ട് പോകാം. സിയുടെ സെക്കൻഡ് ചെയിനും ഡിയുടെ സെക്കൻഡ് ചെയിൻ ഇത്. സിയുടെ സെക്കൻഡ് ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യണം. ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ലൂപ്പിൽ അങ്ങനെ ഹോൾഡ് ചെയ്യണം. എന്നിട്ട് ബിയുടെ സെക്കൻഡ് ചെയിനിൽ ബാക്ക് ലൂപ്പിലാണ് ചെയ്യേണ്ടത്. ബാക്ക് ലൂപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യണം. ഡിയുടെ സെക്കൻഡ് ചെയിനിൽ ബാക്ക് ലൂപ്പിൽ ഇൻസേർട്ട് ചെയ്ത് യാൺ വലിച്ചെടുത്ത് സ്ലിപ്പ് സ്റ്റിച്ച്.
ഇങ്ങനെയാണ് വർക്ക് ഈ കോർണർ വന്ന് ചെയ്യേണ്ടത്. കോർണർ ചെയ്തിട്ട് വർക്കിനെ ഇങ്ങനെ തിരിക്കണം. തിരിച്ചിട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഫ്രണ്ട് ലൂപ്പും ബാക്ക് ലൂപ്പും തമ്മിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ടേ പോകണം. ഓക്കെ, ഇനി ഈ സ്ലിപ്പ് സ്റ്റിച്ച് കണ്ടിന്യൂ ചെയ്യണം. സ്ലിപ്പ് സ്റ്റിച്ച് കണ്ടിന്യൂ ചെയ്തിട്ട് നമുക്ക് എൻഡിലെത്തുമ്പോൾ കാണാം. ലാസ്റ്റിൽ നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട്. ഈ രണ്ട് ഗ്രാനി സ്ക്വയറിൻ്റെയും ഡബിൾ ക്രൂഷ്യയിലാണ് സ്റ്റിച്ച് ചെയ്ത് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നത്. ഈ ചെയിൻ സ്റ്റിച്ചിൽ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ചെയിൻ കൊണ്ടിട്ട് യാണിനെ കട്ട് ചെയ്യാം. കുറച്ച് യാൺ വിട്ട് കട്ട് ചെയ്ത് ഈ യാണിനെ പുറത്തെടുക്കാം. ഇപ്പം നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ബാഗ് കാണാനായിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഇത് വന്ന് ബാക്ക് സൈഡാണ്, ബാഗിൻ്റെ ബാക്ക് സൈഡാണ്. ബാഗിൻ്റെ ഫ്രണ്ട് സൈഡ് കാണാനായിട്ട് ഇങ്ങനെ വരും. ബാഗിൻ്റെ ഫ്രണ്ട് സൈഡ് കാണാനായിട്ട് ഇങ്ങനെ വരും കേട്ടോ. ഇനി നമുക്ക് ഈ ബാലൻസ് യാണിനെയൊക്കെ കട്ട് ചെയ്ത് കളയണം. ആ ബാലൻസ് യാണൊക്കെ സെക്യൂർ ചെയ്തിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ഇനി ബാലൻസ് യാണ് സെക്യൂർ ചെയ്ത് കട്ട് ചെയ്തിട്ട് നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ബാഗിന് ബോർഡർ കൊടുത്തിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ ബോർഡർ കൊടുത്തിട്ട് സ്ട്രാപ്പ് ചെയ്യണം. ഈ രണ്ട് സൈഡിലും നമുക്കിനി സ്ട്രാപ്പ് ചെയ്യണം. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ബാഗിന് ബോർഡർ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണാം. ബോർഡർ ചെയ്തിട്ട് ഈ കോർണർ വരുമ്പോൾ ഇവിടെ ഈ 3 ഗ്രാനി സ്ക്വയറിൻ്റെ കോർണർ വരുമ്പോൾ എങ്ങനെയാണ് ജോയിൻറ്റ് ചെയ്യേണ്ടതും സ്ട്രാപ്പ് ചെയ്യേണ്ടതും എല്ലാം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുവാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും എങ്ങനെയാണ് ഗ്രാനി സ്ക്വയർ ചെയ്തിട്ട് ഗ്രാനി സ്ക്വയർസിനെ ചേർത്ത് സ്റ്റിച്ച് ചെയ്തിട്ട് ബാഗിൻ്റെ ഷേപ്പിൽ എങ്ങനെയാണ് മാറ്റേണ്ടതെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ തന്നെ ബാഗിന് ബോർഡറും സ്ട്രാപ്പും ഒക്കെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. എനിക്ക് ഫീവറാണ്, വൈറൽ ഫീവർ ആയതുകൊണ്ട് എനിക്ക് എഡിറ്റിംഗ് ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ചെയ്തത് വർക്ക് ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ക്രോഷ്യ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.